NCP അജിത് പക്ഷത്തിന് അയോഗ്യതാ ഭീഷണി മാധ്യമശ്രദ്ധ നേടാൻ വേണ്ടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സ്പീക്കർക്ക് കത്തയച്ചാൽ നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് ഫൈസൽ 24-നോട് പറഞ്ഞു. കേരളത്തിൽ അജിത് പവാർ പക്ഷത്തിൻ്റെ NCPൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ അവരുടെ ഒരു യോഗം നടക്കുകയും അവിടെ ഒരു മീഡിയ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ആരുടെ ആ പക്ഷത്താണ് യഥാർത്ഥമായി പാർട്ടി നിൽക്കുന്നുള്ള കേസിൽ യഥാർത്ഥമായിട്ടുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ബയാസ്ഡ് തീരുമാനമായിട്ടാണ് പാർട്ടി കണ്ടതും അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണെന്ന്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഓൾറെഡി ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സംഭവത്തെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫാക്ടർ അത് പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ അവർ കത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള നീക്കം NCP SP-യുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസമില്ലാതെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസമല്ലാതെ തന്നെ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ മീറ്റിംഗ് സ്വരൂപിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാ സ്റ്റേറ്റ് ഓഫീസ് ബിയറേഴ്സും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരെല്ലാവരും കണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ പാർട്ടി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അജിത് പവാർ പക്ഷത്തിൻ്റെ NCPൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ അവരുടെ ഒരു യോഗം നടക്കുകയും അവിടെ ഒരു മീഡിയ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഇപ്പോൾ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫാക്ടർ അത് പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ് നിയമോപദേശകരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമല്ലേ നീക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അവർ കത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള നീക്കം NCP SP-യുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും.